നമസ്കാരം. മുംബൈ ഫാസ്റ്റ് ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം. മുംബൈയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്ന മലയാളോത്സവത്തിന്റെ കലാമത്സരങ്ങൾ പ്രതിഭകളുടെ സംഗമവേദിയായി. പ്രാദേശിക മലയാളി സംഘടനകളുടെ ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു മുംബൈ മലയാളികളുടെ സർഗോത്സവം. മഹാനഗരത്തിലെ മലയാള നാടിനെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മലയാള ഭാഷാ പ്രചരണ സംഘം നടത്തിവരുന്ന മലയാളോത്സവത്തിന്റെ മേഖലാ കലോത്സവങ്ങൾ നടന്നു. ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഓരോ വർഷത്തിലും 10,000-ങ്ങളാണ് നമ്മളുടെ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ വർഷവും ഈ മേഖലയിൽ തന്നെ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ബോംബെ ബേസിലും അങ്ങനെ തന്നെ ഉണ്ടാകുന്നതാണ് ഞങ്ങൾ. കേരള സംഗീത നാടക അക്കാദമി അഡോ കമ്മിറ്റി പശ്ചിമ മേഖലാ കോർഡിനേറ്റർ പ്രിയ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അതിഥികളായി ബോരിവിലി മലയാളി സമാജം പ്രസിഡന്റ് ശ്രീരാജ് നായർ, സെക്രട്ടറി ബാബുരാജ് ജോസഫ്, മീനു ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ മോഹൻ നായർ എന്നിവർ പങ്കെടുത്തു. വിവിധ ഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ പ്രാദേശിക മലയാളി സംഘടനകളെ പ്രതിനിധീകരിച്ച് കലാപ്രതിഭകൾ മാറ്റുരച്ചു. ബാന്ദ്ര മുതൽ ദഹിസാർ വരെയുള്ള പശ്ചിമ മേഖലാ കലോത്സവത്തിൽ ഗോരഗാവ് വിവേക് വിദ്യാലയം 169 പോയിന്റോടെ 1ാം സ്ഥാനവും 152 പോയിന്റോടെ ബോരിവിലി മലയാളി സമാജം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ബോരിവിലി വെസ്റ്റിലുള്ള VK കൃഷ്ണമേനോൻ അക്കാദമിയുടെ 6 വേദികളിലായി രാവിലെ 10:30 മുതൽ രാത്രി 9 മണി വരെ 21 ഇനങ്ങളിലാണ് മത്സരം നടന്നത്. മറ്റ് കലാമത്സരങ്ങളിൽ വ്യത്യസ്തമായിട്ട് നാട്ടിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കലാപരിപാടികളാണ് കൂടുതൽ ഇവിടെ. നാടൻ പാട്ടുകൾ, അതിനൊക്കെയാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. വയസ്സിന്റെ അടിസ്ഥാനത്തിൽ 6 വിഭാഗങ്ങളിലായി 13 സംഘടനകളിൽ നിന്ന് 552 കലാകാരന്മാർ മത്സരത്തിൽ പങ്കെടുത്തു. 21 ഇനമാണ് ആകെ ഉള്ളത്. അത് 6 ഗ്രൂപ്പായിട്ടാണ് ABCDE ഗ്രൂപ്പായിട്ട് 5 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മലയാളോത്സവത്തിന്റെ കേന്ദ്രതല മത്സരങ്ങൾ ജനുവരി 15-ന് ചെമ്പൂർ ആദർശ വിദ്യാലയത്തിൽ വെച്ച് നടക്കും. മലയാള ഭാഷാ പ്രചരണ സംഘത്തിന്റെ 5ാമത് മലയാളോത്സവത്തിൽ കല്യാൺ ഡോംബിവിലി മേഖലാ കലാമത്സരങ്ങൾക്ക് മോഡൽ ഇംഗ്ലീഷ് സ്കൂൾ അങ്കണത്തിൽ തിരിതെളിയുമ്പോൾ തിളങ്ങിയത് മികച്ച പ്രകടനം കൊണ്ട് അരങ്ങിനെ വിസ്മയിപ്പിച്ച പ്രതിഭകളായിരുന്നു. നാടക പ്രവർത്തകനും എഴുത്തുകാരനുമായ PK മുരളീകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഹോളി ഏഞ്ചൽസ് സ്കൂൾ ഡയറക്ടർ ഉമ്മൻ ഡേവിഡ് മുഖ്യാതിഥിയായിരുന്നു. ഗീതാ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. പ്രദീപ്, സുരേഷ് കുമാർ തുടങ്ങിയവരും വേദി അലങ്കരിച്ചു. വരും തലമുറയെ മാതൃഭാഷ പഠിപ്പിക്കേണ്ട കാര്യത്തിൽ നഗരത്തിലെ മലയാളി സമൂഹം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമായെന്ന് ഡോക്ടർ ഉമ്മൻ ഡേവിഡ് പറഞ്ഞു. മലയാള ഭാഷ സ്നേഹികളാണ് നമ്മളെല്ലാവരും. പക്ഷേ മലയാള ഭാഷയെ നാം സ്നേഹിക്കുന്ന പോലെ അടുത്ത തലമുറയെ മലയാളം പഠിപ്പിക്കുന്നതിൽ വേണ്ടത്ര ജാഗ്രത നമുക്കുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. മലയാള ഭാഷാ പ്രചരണ സംഘത്തിന്റെ 5ാമത് മലയാളോത്സവത്തിൽ കല്യാൺ ഡോംബിവിലി മേഖലയിൽ നിന്ന് കല്യാൺ സെൻട്രൽ കൈരളി സമാജം, കല്യാൺ ഈസ്റ്റ് കേരള സമാജം, തനിമ സാംസ്കാരിക വേദി, ഹോളി ഏഞ്ചൽസ് സ്കൂൾ, ജനശക്തി ആർട്സ് കൂടാതെ ഈ മേഖലയിലെ മലയാളം മിഷൻ കുട്ടികൾ എന്നിവരാണ് പങ്കെടുത്തത്. ആറ് വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള 200ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത കലോത്സവം മലയാള സംസ്കാരത്തെയും മലയാളി തനിമയെയും വിളിച്ചോതുന്നതായിരുന്നു.
കുരുന്നു പ്രതിമകളുടെ കവിതാ പാരായണവും നാടോടി നൃത്തങ്ങളും നാടൻ പാട്ടുകളും സദസ്സിനെ അതിശയിപ്പിച്ചു. മറുനാട്ടിലെ മലയാളി തനിമയെ വീണ്ടെടുക്കുന്ന ഉദ്ദേശത്തോടെയാണ് മലയാള ഭാഷാ പ്രചരണ സംഘം പ്രവർത്തിക്കുന്നതെന്നും കേവലം ഭാഷാ പഠനം മാത്രമല്ല നമ്മുടെ വളർന്നുവരുന്ന പുതിയ തലമുറയിലേക്ക് ഭാഷയും സംസ്കാരവും എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും കൺവീനർ ജീവൻ രാജ് പറഞ്ഞു. നമ്മുടെ ഭാഷയും സംസ്കാരവും എങ്ങനെ കുട്ടികളിൽ എത്തിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് വളരെ ഒരു അതിശയകരമായ ഒരു അനുഭവമായി ഞങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിൽ വളരെ സന്തുഷ്ടരും കൂടിയാണ്. കലാപരിപാടികളിൽ ആവേശത്തോടെ പങ്കെടുത്ത് ആഘോഷമാക്കുകയായിരുന്നു മലയാളികളുടെ പുതിയ തലമുറ. റാണിപ്പയ്യൂർ കൈകൊട്ടികൾ സംഘം ഇതാദ്യമായി മുംബൈയിൽ നെരൂൾ അയ്യപ്പ ക്ഷേത്രാങ്കണത്തിലും മുള്ളുൺ ഭക്തസംഘത്തിലുമായി അരങ്ങേറിയ കേരളത്തിന്റെ തനത് നൃത്തരൂപം കൈകൊട്ടികൾക്ക് ഏറെ പ്രചാരമുള്ള നഗരത്തിനും നൂതനാനുഭവമായി. കേരള ക്ഷേത്ര വിധിപ്രകാരം പ്രവാസിക്ക് കിട്ടിയ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് നെരൂൾ അയ്യപ്പ ക്ഷേത്രം. എല്ലാ ദിവസവും കത്തുന്ന ചുറ്റുവിളക്കും സർപ്പക്കാവും ക്ഷേത്ര പ്രത്യേകതകളിൽ പ്രധാനമാണ്. കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാടാണ് ഇതിൻ്റെ വാസ്തുശില്പി. കേരള വിധി പ്രകാരം തന്നെ നടത്തിയിട്ടുള്ളതാണ്. വാസ്തു സംബന്ധമായിട്ട് നടത്തിയിട്ടുണ്ട്. ക്ഷേത്ര കലകൾ, ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നോക്കിയാലും കേരളത്തിലുള്ള ക്ഷേത്ര കലകളെ തന്നെ അതിൻ്റെ തനിമയാർന്ന വർക്കുകളാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. എല്ലാം തന്നെയാണ്. മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് നെരൂൾ അയ്യപ്പ ക്ഷേത്രത്തിലും മുള്ളുണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും അവതരിപ്പിച്ച കാണിപ്പയ്യൂർ സംഘത്തിൻ്റെ കൈകൊട്ടിക്കളി കാണികളിൽ വേറിട്ട സൗന്ദര്യാത്മകത ഉണർത്തി. കാണിപ്പയ്യൂർ ശ്രീലതാനാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലായിരുന്നു കൈകൊട്ടിക്കളി. 14 സംവത്സരങ്ങളുടെ നീണ്ട പരിചയ സമ്പത്തുമായി വേദി വിട്ടു വേദികൾ ചുറ്റി മുംബൈയിലും കാണിപ്പയ്യൂർ സംഘത്തിൻ്റെ കൈകൊട്ടിക്കളി അവതരണം അവിസ്മരണീയമായിരുന്നു. നാട്ടിലാവുമ്പോൾ കയറ് വെച്ചിട്ടുള്ള പിന്നൽ തിരുവാതിര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് അവതരിപ്പിക്കാറ്. നാട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു 5-6 സ്റ്റേജുകളിലേ ചെയ്തിട്ടുള്ളൂ. ഇത്തവണ മുംബൈയിലേക്ക് വരുന്നത് പ്രമാണിച്ച് ഒരു സാരി വെച്ചിട്ട് ഒരു പിന്നൽ തിരുവാതിര എന്നുള്ള കലാരൂപം ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ വൈവിധ്യം, ക്രിയാത്മക പാദചലനങ്ങൾ, അതിനനുസരിച്ച കൈമുദ്രകൾ എല്ലാം പരമ്പരാഗതവും പുതുമയും ഇടകലർന്നതായിരുന്നു. കഥകളിപ്പദങ്ങളും നാട്ടുപാട്ടുകളും ഒറ്റശീലുകളും എല്ലാം ഇതിൻ്റെ വേർതിരിവിന് സംശുദ്ധി പകർന്നു. കൈകൊട്ടികളുടെ തനതായ ശൈലിയിലാണ്, പഴയ സമ്പ്രദായത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. കുറച്ച് നാടൻ പാട്ടുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് പാട്ടുകളും കൂടി ഇതിലുണ്ട്. അതാണ് കുറച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിറപ്പകിട്ടാർന്ന ഇടതടവില്ലാത്ത ഇഴചേർക്കൽ, പിന്നൽ തിരുവാതിര നിറസമ്പൂർണത കൊണ്ടും ചലന വൈവിധ്യം കൊണ്ടും പകർന്നാടുന്ന ദൃശ്യവിസ്മയമായി.
പാരമ്പര്യ രാഗങ്ങളെ ഈ കലാരൂപത്തിനനുസരിച്ച് രാഗമാറ്റം നടത്തിയതും അനുയോജ്യകരമായിരുന്നു. പിന്നണി ഗാനത്തിനും ഒരു വിശുദ്ധിയുണ്ട്. താളങ്ങൾക്കൊത്ത് കാലപ്രമാണം കൊണ്ടുപോകുന്ന വിശുദ്ധി. അവയാണ് കളിക്കുന്നവൻ്റെയും കാണിയുടെയും ആസ്വാദനത്തിൻ്റെ നേർരേഖ രചിക്കുന്നത്. കാണികൾ മഹത്തായതെന്തും പറയാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ് എന്ന നവ്യാനുഭവത്തോടെ ഇവർക്ക് ആശംസകൾ നേർന്നു. വെൽക്കം ബാക്ക്. വടംവലിയിൽ ആവേശം തീർത്ത മുംബൈയിലെ മലയാളി സംഘടനകൾ. കേരളീയ കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വടംവലി മത്സരത്തിലാണ് മുംബൈയിലെ സാംസ്കാരിക, സാമൂഹ്യ, സാമുദായിക സംഘടനകൾ ബലപരീക്ഷണം നടത്തിയത്. കേരളീയ കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുംബൈയിലെ മലയാളി സാംസ്കാരിക, സാമൂഹ്യ, സാമുദായിക സംഘടനകളെയും സ്ഥാപനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ 7ാമത് വടംവലി മത്സരം ശ്രദ്ധേയമായി. വാശിയേറിയ മത്സരത്തിൽ പുരുഷ വിഭാഗത്തിലെ 10 ടീമുകളെ പിന്തള്ളി മുത്തപ്പൻ സേവാ ട്രസ്റ്റ് സംഘം കാന്തേശ്വർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. എല്ലാവരുടെയും കഠിനാധ്വാനം, കഠിന പ്രാക്ടീസും കഠിന പ്രയത്നവും എല്ലാവർക്കും ഉള്ള ഊർജ്ജസ്വലവും കൂടി എല്ലാവരും ഒന്നിച്ച് ഇതിനടി നിരന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റി. അതിന്റെ ഒരു ഇത് എല്ലാ അംഗങ്ങൾക്കും സാവ് എഞ്ചിനീയറിംഗ് പൂനെ 2ാം സ്ഥാനത്തിനും കാമോത്തെ ഫ്രണ്ട്സ് ക്ലബ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മുംബൈയിൽ ഒരു വടംവലി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഒരുപാട് നാളത്തെ പ്രയത്നങ്ങളും കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നത് ഞങ്ങളുടെ 2ാം സ്ഥാനം എന്നുള്ള റിസൾട്ട്. നാട്ടിലെ അഖില കേരള വടംവലിനെ വെല്ലുന്ന എല്ലാ ഫെസിലിറ്റികളും ഉണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. താങ്ക് യു. വനിതാ വിഭാഗത്തിൽ ശ്രീ മുത്തപ്പൻ സേവാ സംഘം ട്രസ്റ്റ് കാന്തേശ്വർ 1ാം സ്ഥാനത്തിന് അർഹരായപ്പോൾ സെന്റ് ജോർജ് ഫെറോന ചർച്ച് 2ാം സ്ഥാനം നേടി. 2016 വടംവലി കോമ്പറ്റീഷനിലെ ഫസ്റ്റ് പ്രൈസ് 2 ജെൻസ് ടീമിനും ലേഡീസ് ടീമിനും ഫസ്റ്റ് കിട്ടിയിരിക്കുന്നു. മുത്തപ്പൻ ടീമിന് തന്നെ കിട്ടിയിരിക്കുന്നു. പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനവും പ്രശസ്തി പത്രവും നൽകി. മുംബൈ നഗരം അയ്യപ്പ പൂജകളുടെ ആഘോഷ നിറവിലാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അരങ്ങേറുന്ന മണ്ഡലപൂജ ആഘോഷ പരിപാടികളിൽ ഇതര ഭാഷക്കാരടക്കം ആയിരങ്ങൾ സായുജ്യം നേടുന്നു. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷസ്വാമിയെ ശരണം കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാ അയ്യപ്പ ശരണം ഉദിച്ചുയർന്നു ശരണമന്ത്രങ്ങളായി പാവനമായ വൃശ്ചിക മാസത്തിലെ വ്രതശുദ്ധിയുടെ ഈ നാളുകളിൽ നഗരം അയ്യപ്പ പൂജകൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ശരണകീർത്തനത്തിന്റെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം ചെയ്യുന്ന മണികണ്ഠന് താലപ്പൊലിയോടെ ഭഗവാനെ സ്വീകരിച്ചാനയിക്കുന്ന ദൃശ്യചാരുത. പഞ്ചവാദ്യവും ശിങ്കാരിമേളവും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നഗരം ഭക്തിയുടെ പരകോടിയിൽ. മൂന്ന് ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന അയ്യപ്പ പൂജകളിൽ ജാതി, മത, ഭാഷാഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്നു.
നാടും പുറത്തു കാത്തുരക്ഷിക്ക വേണ്ടും. സത്യമായ മണ്ഡലങ്ങളിൽ വാഴും കലിയുഗമരണൻ ഹരികരസ്വാമിയപ്പ സ്വാമിയേ. കേരളീയ രീതിയിലുള്ള പൂജാവിധികൾ, അപ്പം, അരവണ തുടങ്ങി നഗരം ശബരിമലയുടെ പ്രതീതി ജനിപ്പിക്കുന്നു. പൂജാ ദിവസങ്ങളിൽ അരങ്ങേറുന്ന വാദ്യമേളങ്ങൾ, ദൃശ്യകലകൾ, സംഗീത സന്ധ്യകൾ എല്ലാം ഭക്തിയുടെ പുതിയ ഭാവങ്ങളായി സദസ്യർക്ക് മുന്നിൽ അവതരിക്കപ്പെടുന്നു. അവസാന ദിവസം ആകാശത്ത് വർണ്ണരാജികൾ തീർത്ത് കരിമരുന്ന് പ്രയോഗവും. മറ്റു വാർത്തകളിലേക്ക്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ ആഗ്രി മഹോത്സവത്തിന് ഡോംബിവിലിയിൽ കൊടിയേറി. इसका मतलब है कि ये खाली आगरी कम्युनिटी का अभी प्रोग्राम नहीं रह गया, ये सब अपने समाज का प्रोग्राम हो गया. മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ കലാ സാംസ്കാരിക മാമാങ്കത്തിലെ 100-ലധികം സ്റ്റാളുകളിലായി നടക്കുന്ന ഭക്ഷ്യ വിപണന മേളയാണ് പ്രധാന ആകർഷണം. ദിവസേന 10,000-കണക്കിന് ജനങ്ങളാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുന്നത്. ചിട്ടയോടെ മനോഹരമായി സജ്ജീകരിച്ച കലാപ്രദർശന വേദിയിൽ അമ്യൂസ്മെന്റ് പാർക്ക്, പ്രദർശന വിനിമയ സ്റ്റാളുകൾ, ഭക്ഷ്യമേള തുടങ്ങിയവ കൂടാതെ പ്രാദേശിക കലാപരിപാടികളും ചർച്ചകളും അരങ്ങേറും. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രദർശന വിനിമയ സ്റ്റാളുകൾക്കൊപ്പം മലയാളി സാന്നിധ്യവും പ്രകടമാണ്. इसमें केरला का प्रोग्राम भी चालू होने वाला है, क्योंकि ये लोग इतना बड़ा प्रोग्राम में हम लोग को भी इतना बड़ा अपॉर्चुनिटी देता है. രണ്ട് സംസ്കാരങ്ങൾ കൂടി ഒന്നിച്ച് മഹാരാഷ്ട്രയും അതുപോലെ തന്നെ കേരളവും, മലയാളം അതുപോലെ തന്നെ മറാഠി രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ട്. എന്നാൽ കറൻസി ക്ഷാമം കച്ചവടത്തെ വിപരീതമായി ബാധിച്ചതായി പലരും പരാതിപ്പെട്ടു. हमें 12 जन निभाया और रखना अभी तो का कुछ भी नहीं, अभी 500 का धंधा हुआ है. गया सर में बहुत अच्छा था. വരും നാളുകളിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ഇവരെല്ലാം. വലിയ റെസ്പോൺസ് ഇല്ലായിരുന്നു, ഇന്ന് നന്നായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐരോളി സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ യൗസഫ് പിതാവിന്റെ തിരുനാളിന് സമാപനമായി. ദിവ്യബലി, നൊവേന കൂടാതെ ഇടവക ദിനാചരണവും നടന്നു. തിരുനാൾ കുർബാനയിലും സ്നേഹവിരുന്നിലും 100-കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ മാർട്ടിൻ കൊമ്പാറ കാർമ്മികത്വം വഹിച്ചു. ഫാസിസ്റ്റോടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക്